ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വ്ളോഗ് മറ്റൊന്നല്ല, നിങ്ങളെല്ലാവരും സജസ്റ്റ് ചെയ്തതുപോലെ തന്നെ എൻ്റെ ഒരു കുട്ടിയല്ല, എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കണമല്ലോ അല്ലേ. ഇന്ന് മറ്റൊന്നുമില്ല, എനിക്കിന്ന് 11 മണിക്കൊരു പ്രൊമോഷൻ ഉണ്ട്, അല്ല വേറെ പ്ലാൻസ് ഒന്നും ഇന്നില്ല. അപ്പോൾ ഇന്നത്തെ ഡേ നമുക്ക് എങ്ങനെ പോകുമെന്ന് നോക്കാം. അതുകൂടാതെ എല്ലാവരും എൻ്റെ വ്ളോഗ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. സാധാരണ ഇൻഡോർ പ്ലാന്റ്സ് വൺസ് ഇൻ എ വീക്കാണ് വെള്ളം ഒഴിക്കേണ്ടത്. പക്ഷെ ഇപ്പം സമ്മർ സീസൺ ആയതുകൊണ്ട് ഞാൻ ട്വൈസ് ഇൻ എ വീക്ക് വെള്ളം കൊടുക്കാറുണ്ട്. പാവത്തിനൊക്കെ ദാഹിക്കുമായിരിക്കുമല്ലോ, ചൂടല്ലേ. അപ്പോൾ ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്, എനിക്ക് നല്ല വിശപ്പുണ്ട്. നമുക്ക് കഴിച്ചിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് നമുക്ക് പ്രൊമോഷന് പോകണം. അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്ന രാവിലെ നമുക്ക് മാംഗോ ഇരിക്കും, നല്ല പഴുത്ത മാങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ മാംഗോ ചിയ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് നമുക്ക് റെഡി ആവാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 11 മണിക്ക് എനിക്കൊരു പ്രൊമോഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് സമയം ഒട്ടുമില്ല, ഒരുപാട് ലേറ്റായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് ഫ്രഷായി റെഡി ആയിട്ട് നമുക്ക് പോവാം. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഇനി എന്തെങ്കിലും ക്ലിപ്സ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം, മാക്സിമം നോക്കാം, ഉറപ്പില്ല കാരണം ലേറ്റായി. നല്ല തിരക്കാണ് ഗൈസ്, നല്ല ക്രൗഡാണ്. തീരെ ഇഷ്ടമല്ല, ഒരുപാട് ഫുഡ് കഴിക്കുകയും ചെയ്തു, അവിടെ ബാക്കിയിരുന്ന് പാഴ്സൽ എടുത്തോണ്ട് വരികയും ചെയ്തു. മനസ്സമാധാനത്തോടെ ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല, അതേമാതിരി തിരക്ക് KFC-യിൽ ഇവിടെ. അവിടെ ഞങ്ങൾ ബാക്കി പാഴ്സൽ ചെയ്തു. ഇനി ഫ്ലൈറ്റിൽ പോയിട്ട് എന്താ സാവകാശം ഇന്ന് കഴിക്കും. അതെ രാഹുൽ. ഗൈസ്, ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ. അപ്പോൾ ആ വീഡിയോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ് പറയേണ്ടത് എന്നോടാണ്, രാഹുലിനോടാണ്. കാരണം രാഹുൽ എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബില്ലും. ആക്ച്വലി ഞാൻ മനഃപൂർവ്വം കംപ്ലൈൻറ്റ് വരുത്തതാണ് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ അതെ അതെ. അങ്ങനെ പ്രൊമോഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്ലാറ്റിൽ റിട്ടേൺ എത്തി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. എൻ്റെ പൊന്നു എന്ത് ചൂടാണെന്നറിയാവോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ചൂടൊക്കെ അപാരമാണോ? ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായിരുന്നു എനിക്ക് ഇന്നെടുത്ത വീഡിയോ എനിക്ക് സോറി പറയുന്നത് മൊത്തം അബദ്ധമാണല്ലോ. ഓക്കെ, ഇന്നെടുത്ത വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷം എൻ്റെ അമ്മയും ചേച്ചിയുടെ പിള്ളേരും ലാൻഡ് ചെയ്യുന്നുണ്ട് എറണാകുളം. ഇന്ന് അവരൊരു 6 മണിയാകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തും. നമുക്ക് അവരെ പിക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരിക്കും. എന്തായാലും നമുക്ക് ഇനി പോയി എഡിറ്റ് ചെയ്തിട്ട് ബാക്കി എന്താണെന്ന് കാണാം. ഇപ്പം സമയം 3:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ബാക്കി എന്താണെന്ന് കാണാം ഗൈസ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോഗ്രാഫ് ഇവിടെ ഇരിപ്പുണ്ട്, കണ്ടോ? നിങ്ങൾ നേരത്തെ കണ്ടിരുന്നല്ലോ. എന്നോട് വീഡിയോ എഡിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് എന്താണ് കവി കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തോ കണ്ടുകൊണ്ടിരുന്ന ഗൈസ്. വീണ്ടും മരം പെട്ടെന്ന് മാറ്റുക ഇല്ലേ. ഇല്ല, ഇവന് എടുത്ത വീഡിയോ കോപ്പി ചെയ്തോണ്ടിരിക്കുക. അത് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തല്ലേ? ഏറ്റവും ആദ്യം നിങ്ങൾ കണ്ണുകൾ കാണുന്നുണ്ടോ?
ശരിക്കും വയ്യ. എന്ത് വ്യത്യാസമാണ്. ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് എനിക്ക് എന്തായാലും പറഞ്ഞിട്ടില്ല. ഈ ഒരു ഫോട്ടോ എന്താ ചെയ്യാനാണ്. അപ്പൊ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്നല്ലേ, എവിടെ ചെന്നാലും അപമാനമാണല്ലോ ദൈവമേ. സംഭവം എന്ന് വെച്ചാൽ രാഹുലാണ് എൻ്റെ ഫസ്റ്റ് മോഡലിംഗ് ഷൂട്ട് ചെയ്തത്. നിങ്ങൾ എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഫസ്റ്റ് മോഡലിംഗ് ഷൂട്ടൊക്കെ ചെയ്ത പിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എല്ലാം രാഹുലാണ് ചെയ്തത്. നല്ല കൈ കേട്ടോ. അന്ന് തുടങ്ങിയ ഷൂട്ടാണ് ഇന്നിങ്ങനെ നിൽക്കുന്നത്. പിന്നെ അനങ്ങിയിട്ടില്ല, ചുമ്മാ. അപ്പോൾ രാഹുലായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഷൂട്ട് ചെയ്തത്. താങ്ക് യു രാഹുൽ. വീണ്ടും കറങ്ങി ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തതിന് ശേഷം എനിക്കൊന്ന് രണ്ടര വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പൊ വീണ്ടും ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി അമ്മയും കുട്ടികളെ വിളിച്ചിട്ട് വന്നു കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാനായിട്ടില്ല, കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ നോക്കിയപ്പോൾ ഇവരാകെ ടയേർഡായിട്ടിരിക്കുക. നല്ല തലവേദനയൊക്കെ എടുത്തു. അപ്പോൾ തീരെ വയ്യായിരുന്നു, ട്രാവൽ ചെയ്ത് ടയേർഡായി. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഫ്ലൈറ്റിലൊന്ന് ഒന്ന് ഫ്രഷ് ആയാൽ മതി എന്നായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു, അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് മോശമല്ലേ. അപ്പോൾ ഇപ്പോൾ വന്നു, ഇപ്പം ദാണ്ടെ കുളിച്ച് സുന്ദരനായി. സോനു ഹായ് പറ. ഹായ്. ചിറ്റയുടെ യൂട്യൂബ് ചാനലാ. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറ. സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് എങ്ങനെയാന്ന് പറയുന്നത്? ലൈക്ക് ചെയ്യണം. എന്നിട്ട് കമന്റ് ഒക്കെ ചെയ്യണം. എന്ത് കമന്റ് ഇടട്ടത്? എന്തെങ്കിലൊക്കെ ഇട്ടാ മതി കേട്ടല്ലോ ഗൈസ്. നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതാണ് സോനു, അല്ല ഷാരോൺ. ഇവരാണ് ഷാരോൺ. വീട്ടിൽ സോനു എന്ന് വിളിക്കും. 8 മാസത്തിന് ശേഷം കേട്ടോ ഞാൻ ഇവരെ കാണുന്ന. മോനും സോനുവിനെയും കാണുന്നത്. ഇതിന്റെ മൂത്തതുണ്ട് മോനു. അപ്പോൾ അവനപ്പുറത്തണ്ട് കുളിച്ചിട്ട് റെഡി ആവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരൊക്കെ കാണുന്നത് 8 മാസത്തിന് ശേഷം. അപ്പോൾ 8 മാസത്തിന് ശേഷം ചിറ്റയെ കണ്ടപ്പോൾ എന്ത് തോന്നി? ചിറ്റയ്ക്ക് വണ്ണം വെച്ചു. ചിറ്റയ്ക്ക് വണ്ണം വെച്ചു. ഓക്കെ. മുടി വെട്ടിയെന്ന് തോന്നുന്നു. മുടി വെട്ടി. പിന്നെ അത്ര വ്യത്യാസമൊന്നും കാണുന്നില്ല. നമ്മളിപ്പോ അങ്ങോട്ട് പോവാ, മോളിലേക്ക്. ഏത് മോളിലേക്ക്? ഫോറം മോൾ. ഞങ്ങൾ അങ്ങോട്ട് ഇനി ഒരു കുട്ടി ഷോപ്പിംഗ് ഉണ്ട്. അപ്പൊ നാളെ ഈസ്റ്റർ അല്ലേ. ഈസ്റ്റർ ആയതുകൊണ്ട് വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. അപ്പൊ എൻ്റെ ഒരു കുട്ടി ഷോപ്പിംഗ് ഉണ്ട്. ഓ മൈ ഗാഡ്. അപ്പോൾ ഇതാണ് മൂത്തത്, നേരത്തെ കാണിച്ചതാണ് ഇളയത്. അപ്പൊ മോനുസേ, ഞാൻ നേരത്തെ സോനുവിനോട് ചോദ്യം ചോദിച്ചായിരുന്നു. ചിറ്റ 8 മാസത്തിന് ശേഷം ചിറ്റയെ കണ്ടപ്പോ എന്ത് തോന്നി? വണ്ണം വെച്ച്. ഓക്കെ, അതൊക്കെ തന്നെ. മോനുസ് അധികം ക്യാമറയുടെ ഫ്രണ്ട് വരാറില്ല. ഞാൻ കുറെ നേരമായിട്ട് വിചാരിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഇവൻ ഇവിടെ കാണുന്നില്ല. ഇവൻ ജെറ്റ് വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടെ പിടിച്ച് നിർത്തിയതാണ്. ഫൈനലി നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. സത്യം പറയാ, ഇത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നോ അതോ ബിസി ഡേ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതേമാതിരി ആയിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ മൊത്തം, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, ഫ്ലാറ്റിൽ എത്തി, ഫ്രഷായി. ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക് ഡിന്നർ വാങ്ങിയിട്ടാണ് വന്നത്. ഡിന്നർ കാണുമ്പോൾ നിങ്ങൾ കരിഞ്ഞു പോയെന്ന് വിചാരിക്കില്ല. ഇത് കരിഞ്ഞതല്ല, ഇതിങ്ങനെയാണ്. ഇത് മധുരൈ ബീഫ് കറി ദോശ. നല്ല സംഭവം കേട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വാങ്ങിയത്. ഇന്നലെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വീണ്ടും ഇന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഡിന്നർ കഴിക്കട്ടെ. ഇന്നത്തെ എൻ്റെ ഒരു ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിക്കും. ഗുഡ് നൈറ്റ്, ലവ് യു ആൾ, ബൈ.